അക്കൂസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ്. ബോട്ടിലിൽ ഒരു ട്രീ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മളൊരു ഗ്ലാസ് ബോട്ടിൽ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്പോഞ്ചിനകത്താണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലൂ കളർ അക്രലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്, ഫാബ്രിക്കാണ്. കുപ്പി മുഴുവൻ ബ്ലൂ കളർ പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിയുടെ 1/4 ഭാഗം ലൈറ്റ് ബ്ലൂ കളർ അടിച്ചെടുക്കാം. അപ്പം നമ്മൾ 1/4 ഭാഗം ലൈറ്റ് ബ്ലൂ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഇവിടെയായിട്ട് മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി വൈറ്റ് കളർ പെയിൻറ് അടിച്ചെടുക്കാം. നമ്മളിത് വൈറ്റ് കളറും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ട്രീ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പേപ്പർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളപ്പോൾ ട്രീക്ക് വേണ്ടി ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു ഫുൾ A4 സൈസ് പേപ്പർ തന്നെ എടുക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി ഇത്ര ഉള്ളത് എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ട്രീയുടെ ഏറ്റവും ബേസ് ആയിട്ടുള്ളത് ബേസിൽ വെക്കുന്നത് എത്ര വലുപ്പമാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ഇതുപോലെ മടക്കണം. മടക്കിയതിന് ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്യുക. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ഒത്തിരി വലുതായ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പം വീതി കുറച്ച് കട്ട് ചെയ്യുക. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് ഇങ്ങനെ വെച്ച് ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പം പല പീസസ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴത്തെ എടുക്കുമ്പോൾ ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ അതിലേന്ന് ചെറുത് വേണം അടുത്തത് എടുക്കാൻ. അങ്ങനെ ഞാൻ മേളിൽ വരെയുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും ടോപ്പിൽ വെക്കുന്നത് ഇച്ചിരി കോൺ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളപ്പോൾ അതേ പേപ്പറിൽ ഗ്ലൂ തേച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. വളച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് എല്ലാം ഒട്ടിച്ചെടുക്കാം. നമ്മൾ ട്രീ മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ട്രീയുടെ ബ്രാഞ്ച് വരയ്ക്കാനായിട്ട് നമുക്ക് ബ്രൗൺ കളർ പെയിൻറ് വെച്ച് ഒരു ബ്രാഞ്ച് വരച്ചു കൊടുക്കാം. ഇവിടെ ഒരു മൂന്നിനെ വരച്ചു കൊടുക്കുകയാണ്. ഒരു നൈറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് മൂൺ ആണെങ്കിലും വരച്ചു കൊടുക്കാം. ഏത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ മൂന്നും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ട്രീയുടെ ഇവിടെയായിട്ട് ഒരു സ്റ്റാറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ 2-3 വൈറ്റ് കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാറും കൂടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റാർ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഫെവിക്കോളിൻ്റെ SR എന്ന് പറയുന്നൊരു പശയാണ്. നമുക്കിതങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ നെക്കിൽ ഒരു ലേസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഫ്ലവറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി. ഇപ്പോൾ ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ ബോട്ടിലിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. അപ്പോൾ ഇപ്പോൾ കാണാൻ നല്ല ഗുമ്മൊക്കെ ആയിട്ടില്ലേ? കാണാൻ നല്ല രസമുണ്ട് അല്ലേ? എനിക്കിത് കുഴപ്പമില്ലാതെ തോന്നി. പിന്നെ ഞാൻ പൊട്ടിയ മാലയുടെ 2-3-4 മുത്തൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അതൊക്കെ ചെയ്യാം. അതാണ് നമ്മളുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം ഇത് ഞങ്ങൾ ഉണ്ടാക്കിയൊരു പുൽക്കൂടാണ്, അവിടെ വെച്ചേക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.